ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് കൊല്ലകടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവാണ്. അതായത് ഞങ്ങളുടെ കൊച്ചപ്പൂപ്പൻ്റെ വീട്ടിൽ പോവാണ്. അവിടെ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളാണിത്. നല്ല രസമാണ് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഒക്കെ ഇഷ്ടമാണ്. പിന്നെ ഇത് പുഞ്ചേൻ്റെയും എനിക്കെന്തോ എന്നറിയത്തില്ല, ഈ മരം അങ്ങ് ഇഷ്ടപ്പെട്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. ഒരു നിരപ്പ് പ്രദേശത്തൊരു വലിയൊരു മരം. ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഭസ്മക്കോളം എന്ന് പറഞ്ഞ മരമാണ്. വർഷങ്ങളായിട്ട് കൊച്ചപ്പൂപ്പൻ്റെ വീട്ടിലുള്ള മരമാണിത്. പിന്നെ ഈ കാണുന്ന ആറിന് ഞങ്ങളുടെ കുറേ കഥകൾ പറയാനുണ്ട്. ഈ ആറ് കാരണമാണ് ഞങ്ങളുടെ അമ്മ ഇപ്പോഴും ഞങ്ങളെ വെള്ളത്തിൽ വിടാൻ ഭയക്കുന്നത്. അമ്മേൻ്റെ ചെറുപ്പത്തിൽ അമ്മയെ കൊച്ചപ്പൂപ്പൻ കൊല്ലകടവിന് കൊണ്ടുപോയായിരുന്നു, കൊച്ചപ്പൂപ്പന് പെമ്മക്കളില്ലാത്ത കാരണം. അങ്ങനെ ഒരു തവണ കൊച്ചപ്പൂപ്പൻ അമ്മയെ കൊല്ലകടവിന് കൊണ്ടുപോയ സമയത്താണ് കുളിക്കാൻ ഇറക്കി. കുളിക്കുന്നതിൻ്റെ ഇടയിൽ കാല് വഴുതി അമ്മ ആറ്റി വീണു. അന്ന് കൊച്ചപ്പൂപ്പൻ കുറേ വഴക്ക് പറയുകയും ചെയ്തു. അന്ന് ആ വീണതിൻ്റെ പേടിയും കൊച്ചപ്പൂപ്പൻ വഴക്ക് പറഞ്ഞതിൻ്റെ പേടിയും എല്ലാം കൂടെ ചേർന്ന് അമ്മയ്ക്ക് ഇന്നും അതൊരു ഉൾഭയമായിട്ട് ഉണ്ട്. അന്നത്തെ ആ ഭയം കാരണം അമ്മയ്ക്ക് ഇന്നും ഞങ്ങളെ വെള്ളത്തിൽ വിടാൻ ഭയങ്കര പേടിയാണ്. ഈ ആറ്റിലും പുഴയിലും ബീച്ചിൽ പോലും പോയി കഴിഞ്ഞാൽ ഞങ്ങളെ ഇറക്കാൻ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. അതുമാത്രമല്ല, അമ്മയ്ക്ക് ഇറങ്ങാനും പേടിയാണ്. അതെല്ലാം ഈ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ വെള്ളത്തിൽ കുറേ നേരം കളിച്ചു. പിന്നെ അപ്പോഴത്തേക്ക് ചന്ദ്രൻ വന്നു. അമ്മ അപ്പോഴും കരയ്ക്ക് തന്നെ നിൽക്കുകയാണ്, ഞങ്ങൾ മാത്രം വെള്ളത്തിൽ കുറേ നേരം. കഴിഞ്ഞ് സന്ധ്യ ഭയങ്കരമായപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് കൊച്ചപ്പൂപ്പൻ്റെ വീട്ടിലോട്ട് പോയി. പിന്നെ നമ്മുടെ അവിടെ ഒരു അങ്കിളാണെങ്കിൽ വല ഇട്ടിട്ടുണ്ടായിരുന്നു. വലയിൽ നിന്ന് മീനെ എടുത്തപ്പോൾ നമുക്ക് കുറച്ച് മീനെ എടുത്ത് തന്നു. കുറച്ച് മീനേ ഉള്ളൂ. പിന്നെ നമ്മളതൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം. അപ്പോഴത്തെ വീട്ടിൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.